ഹായ്, ഇന്ന് ഡിയാറ്റിൻ്റെ 55ാമത്തെ ഐഫോൺ അപ്ഡേഷൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ഐഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന ക്ലാസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജ് അപ്ഗ്രേഡിംഗ് ക്ലാസ് സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ സെയിം BGA ആണ് ഉപയോഗിക്കാറുള്ളത്. അതായത് BGA 70ക്ക് BGA 70 തന്നെ ഉപയോഗിക്കും, BGA 110 ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് BGA 315 BGA 110ലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ 13 ഉണ്ട്, ഇതിലേക്ക് നമ്മൾ BGA 315 ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഐഫോൺ 14, 15 സീരീസ് വരുന്ന നാൻഡാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നിലവിൽ മാർക്കറ്റിൽ BGA 315 ടു BGA 110 കൺവേർട്ടർ എന്ന പേരിൽ ഒരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ 315 വോളും ഒരു സൈഡിൽ 110 വോളാണുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഐഫോൺ 13 ആണ്. ഇതിലിപ്പോൾ നിലവിലുള്ള സ്റ്റോറേജ് 128 GB ആണ്. ഇതിനി 512 ആയി കൺവേർട്ട് ചെയ്യാം. അടുത്തതായി മദർ ബോർഡിൽ നിന്ന് നമുക്ക് നാൻഡ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ മദർ ബോർഡിൽ നിന്ന് നാൻഡ് റിമൂവ് ചെയ്യാം. ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റ് അടിച്ച് നമ്മൾ സാധാരണ ഐസ് എടുക്കാറുള്ള പോലെ ആ രീതിയിലും എടുക്കാം. ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റിസ്ക് കുറവാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശേഷം നമുക്ക് കൺവേർട്ടർ ഒന്ന് റീബോൾ ചെയ്യണം. റീബോൾ ചെയ്യാനാണ് മെക്കാനിക്കിൻ്റെ 183 PPD ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നാൻഡ് നമുക്ക് രണ്ട് രീതിയിൽ റീബോൾ ചെയ്യാം. ഒന്ന് PPD അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റെൻസിൽ എടുത്തതിന് ശേഷം ഹീറ്റ് അടിക്കാം. രണ്ടാമത് ഡയറക്റ്റ് സ്റ്റെൻസിലോട് കൂടിയും ഹീറ്റ് അടിക്കാം. നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ PPDകളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് മെക്കാനിക്ക്, അമോയ്, മാൻഡ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊന്നും കമൻറ്റ് സെക്ഷനിൽ ഇടാം. ശേഷം നമ്മൾ കൺവേർട്ടറിലേക്ക് നമ്മൾ റീബോൾ ചെയ്ത് വെച്ച BGA 315 ഫിക്സ് ചെയ്ത് കൊടുക്കാം. കൺവേർട്ടറിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് അടിക്കുന്ന കാരണം ഞാനിപ്പോൾ ബ്ലോവറിൽ ഹീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 300 ആണ്. അടുത്തതായി നാൻഡ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നാൻഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. നിലവിലിപ്പോൾ ഈ നാൻഡ് ഉള്ളത് ഐഫോൺ 14 സപ്പോർട്ടാവുന്ന രീതിയിലാണ്. നമുക്കിത് ഐഫോൺ 13 സപ്പോർട്ടാവുന്ന രീതിയിൽ ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ടൂളുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് JC P13 ആണ്. നമുക്ക് JC P13, JC V1S Pro, P15 ഈ ടൂളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. നാൻഡ് മദർ ബോർഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മൊബൈൽ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ 3 ടൂളിലാണ് റീസ്റ്റോർ ചെയ്യുന്നത്. ഐഫോൺ 12 തൊട്ടുള്ള സെറ്റുകളിൽ നാൻഡിൽ സെക്യൂരിറ്റി ഡാറ്റകളൊന്നും തന്നെ ഇല്ല. അത് കാരണം നമുക്ക് ബാക്കപ്പ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ചെയ്യേണ്ടതില്ല. ഡയറക്റ്റ് ഫോർമാറ്റ് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3 ടൂളിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. 128ൽ നിന്നും 512ലേക്ക് മാറിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സിമ്മിട്ടും ആക്ടിവേറ്റ് ചെയ്യാം. 3 ടൂളിൽ തന്നെ ആക്ടിവേഷൻ ഓപ്ഷനും ഉണ്ട്. ആക്ടിവേഷന് ശേഷം സെറ്റിങ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റോറേജ് 128ൽ നിന്നും 512 ആയിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്.